കാസർഗോഡ് നീലേശ്വരത്ത് കന്നുകാലികളെ ഇറക്കുന്നതിനിടെ തൊഴിലാളികൾക്ക് ക്രൂരമർദ്ദനം. 6-അംഗ സംഘത്തിന്റെ മർദ്ദനത്തിൽ ഉത്തർപ്രദേശ് സ്വദേശികളായ 2 പേർക്ക് പരിക്കേറ്റു. സംഭവത്തിൽ മഞ്ചേശ്വരം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. അക്രമി സംഘത്തിലെ ഒരാളുടെ ഫോൺ പോലീസിന് കിട്ടി. ആക്രമണം മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണോ അതോ പ്രദേശത്ത് മനഃപൂർവ്വം സംഘർഷാവസ്ഥ സൃഷ്ടിക്കാനുള്ള ശ്രമമാണോ എന്നും പോലീസ് പരിശോധിച്ചു വരികയാണ്. KV ബൈജു വിവരങ്ങൾ പങ്കുവച്ചു. ബൈജു, ഈ കന്നുകാലികളൊക്കെ അതിർത്തി കടന്ന് സാധാരണയായി വരുന്ന ഒരു സ്ഥലം കൂടിയാണ് ആ പ്രദേശം, മഞ്ചേശ്വരം പോലെയുള്ള സ്ഥലമൊക്കെ. അവിടെ ഈ 6-അംഗ സംഘം ഈ വിഷയത്തിൽ എന്തു പറഞ്ഞാണ് ഇടപെട്ടത്? മറ്റു വിശദാംശങ്ങൾ എന്താണ്? രഞ്ജിത്തെ, പാലക്കാട് നിന്നും ലോറിയിൽ കൊണ്ടുവന്ന പോത്തുകളെ ഇറച്ചിക്കടയ്ക്ക് സമീപം ഇറക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ ഓട്ടോറിക്ഷയിലും ബൈക്കിലുമായി എത്തിയ സംഘം ഈ തൊഴിലാളികളെ ക്രൂരമായി മർദ്ദിക്കുന്ന സാഹചര്യമുണ്ടായി. ഇത് രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ കേരള-കർണാടക അതിർത്തി മഞ്ചേശ്വരം കരോടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സംഭവം ഉണ്ടായത്. ഈ ആക്രമണത്തിൽ പരിക്കേറ്റ UP സ്വദേശികളായ ദാവൂദ്, ഖുർഖാൻ എന്നിവരെ ഈ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ പോത്തിനെ ഇറക്കുകയോ അതുപോലെ തന്നെ അറുക്കുകയോ ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സംഘം ക്രൂരമായി ആക്രമിച്ചതെന്നാണ് ഈ പരിക്കേറ്റവർ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. അതായത് ഓട്ടോറിക്ഷയിലും 5 പേരും അതുപോലെ തന്നെ ബൈക്കിൽ ഒരാളും, അങ്ങനെയാണ് ഈ സംഘം എത്തിയത്. ഈ സമീപവാസികളാണ് ഈ വിവരം പോലീസിനെ അറിയിച്ചത്. തുടർന്ന് പോലീസ് എത്തുമ്പോഴേക്കും അക്രമി സംഘം അവിടെ നിന്നും രക്ഷപ്പെട്ടിരുന്നു. ഈ അക്രമികൾ രക്ഷപ്പെടുന്നതിനിടെയാണ് ഈ സംഘത്തിലെ അനിൽ എന്നയാളുടേതാണെന്ന് സംശയിക്കുന്ന ഒരു മൊബൈൽ ഫോൺ സ്ഥലത്ത് വീണുപോയിരുന്നു. ഇത് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇതിൽ വിശദമായി പരിശോധിച്ചു വരികയാണ്. ഈ ഫോണിലെ വിവരങ്ങൾ കേന്ദ്രീകരിച്ച് അക്രമി സംഘത്തിലെ മറ്റുള്ളവർക്കായി ആണ് ഇപ്പോൾ പോലീസ് തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുള്ളത്. ഏതായാലും സംഭവം രഞ്ജിത്ത് പറഞ്ഞതുപോലെ തന്നെ മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണോ അതോ പ്രദേശത്ത് മനഃപൂർവ്വം സംഘർഷാവസ്ഥ സൃഷ്ടിക്കാനുള്ള ശ്രമമാണോ എന്നാണ് പോലീസ് പരിശോധിച്ചു വരുന്നത്. ഈ സ്ഥലത്ത് കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. ഏതായാലും മറ്റൊരു തരത്തിലുള്ള സംഘർഷം ഉണ്ടാവാതിരിക്കാൻ കൂടുതൽ പോലീസിനെ ഈ സ്ഥലത്ത് ഇപ്പോൾ വിന്യസിച്ചിട്ടുമുണ്ട്. രഞ്ജിത്ത്, അപ്പോഴും ഈ സംഘത്തെക്കുറിച്ച് എന്തെങ്കിലും സൂചനകൾ കിട്ടിയിട്ടുണ്ടോ? ഒപ്പം ഈ മർദ്ദനമേറ്റ തൊഴിലാളികളുടെ അവസ്ഥ എങ്ങനെയാണ് ബൈജു? രഞ്ജിത്തെ, തൊഴിലാളികളുടെ നല്ല പരിക്ക് ഉണ്ടെന്നാണ് ആശുപത്രി വൃത്തങ്ങൾ പറയുന്നത്. ഈ സംഘത്തിൽ ഏറ്റവും പ്രധാനം ഈ മൊബൈൽ ഫോൺ തന്നെയാണ്. അനിൽ എന്ന് പറയുന്ന ഒരാളുടെ ഫോൺ എന്നാണ് പറയുന്നത് പോലീസ്. അത് പോലീസ് പരിശോധിച്ചു വരുന്നു. ഈ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തുന്ന അന്വേഷണത്തിൽ മുഴുവൻ പ്രതികളെയും പിടികൂടാൻ കഴിയുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. ഈ ഫോൺ അബദ്ധത്തിൽ ഇവരുടെ കയ്യിൽ നിന്നും ഈ അക്രമം നടക്കുന്നതിനിടയിൽ അവിടെ വീണുപോയതാണ്. അതാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അത് വലിയൊരു തെളിവായി മാറും, അല്ലെങ്കിൽ ഈ പ്രതികളിലേക്ക് എത്താൻ സഹായകരമായി മാറും എന്നാണ് പറയുന്നത്. കാരണം നമുക്കറിയാം, വളരെ സെൻസിറ്റീവായ ഒരു ഏരിയയാണ് മഞ്ചേശ്വരം എന്ന് പറയുന്നത്. ചെറിയ സംഭവങ്ങൾ പോലും വലിയ സംഘർഷത്തിലേക്ക് നീങ്ങുന്ന ഒരു സ്ഥലമാണ് മഞ്ചേശ്വരം. അതുകൊണ്ട് തന്നെ പോലീസ് വളരെ ഗൗരവത്തോടു കൂടിയാണ് ഈ സംഭവം എടുത്തിട്ടുള്ളത്. ഈ പ്രതികളെ എത്രയും വേഗം പിടികൂടാനാണ് ഇപ്പോൾ പോലീസിന്റെ അന്വേഷണമുള്ളത്. ഇവരുടെ മൊഴി കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് കൃത്യമായി എന്താണ് ഇങ്ങനെ ഒരു പ്രകോപനത്തിന്, ഈ പോത്തിനെ ഈ സ്ഥലങ്ങളിലെല്ലാം, മൊഗ്രാൽ ഈ സ്ഥലങ്ങളിലെല്ലാം ഒരുപാട് പോത്തുകളെ ഇങ്ങനെ കൊണ്ടുവരാറുമുണ്ട്. അങ്ങനെ ഒരു പ്രശ്നം നേരത്തെ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഈ ഒരു പോത്തിനെ ഇവിടെ ഇറക്കാനോ അല്ലെങ്കിൽ അറുക്കാനോ പാടില്ല എന്ന് പറഞ്ഞ ഒരു അക്രമം, അതാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവമായി ഈ വിഷയം എടുക്കാൻ കാരണം. അങ്ങനെ ഒരു മനഃപൂർവ്വം ഒരു സംഘർഷം, ഒരു വർഗീയ സംഘർഷം ഉൾപ്പെടെ ഉണ്ടാക്കാനുള്ള ശ്രമമാണോ എന്നാണ് നോക്കുന്നത്. ഇനി കർണാടകത്തിൽ നിന്നുള്ള ഏതെങ്കിലും സംഘമാണോ ഇവരെന്നും സംശയിക്കുന്നുണ്ട്. ഏതായാലും ഒരാളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അനിൽ എന്നാണ് ഇയാളുടെ പേരെന്നാണ് ഈ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ മനസ്സിലായത്. തുടർന്ന് എല്ലാ പ്രതികളെയും പിടികൂടാൻ സാധിക്കും, ഇയാളെ ഉൾപ്പെടെ പിടികൂടാൻ സാധിക്കും എന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു അന്വേഷണമാണ് പോലീസിന്റെ ഭാഗത്തുള്ളത്. ഏതായാലും ഇത് വളരെ ഗൗരവത്തിൽ തന്നെയാണ്. ജില്ലാ പോലീസ് മേധാവി നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ആ പ്രദേശത്തെല്ലാം അതിർത്തികൾ കേന്ദ്രീകരിച്ച് വലിയ തോതിൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. സംഘത്തിലേക്ക് വ്യാപിക്കാതിരിക്കാൻ അതീവ ജാഗ്രതയിലാണ് പോലീസ് ഉള്ളത്. ശരി, ബൈജു ആണ് വിവരങ്ങൾ പങ്കുവച്ചത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.